മാലദ്വീപിലെ തന്നെ ആഭ്യന്തര രാഷ്ട്രീയം നമുക്കറിയാവുന്നതുപോലെ മാലദ്വീപിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ രണ്ട് മൂന്ന് പാർട്ടികളുണ്ട് അവിടെ. ആ പാർട്ടികൾക്ക് വ്യത്യസ്തമായ നിലപാടുകളാണുള്ളത്. അതിൽ ചില പാർട്ടികൾ ഇന്ത്യക്ക് അനുകൂലമായ നിലപാടെടുക്കുമ്പോൾ മറ്റു ചില പാർട്ടികൾ, അതായത് ഇപ്പോഴത്തെ പ്രസിഡന്റ് മൊയ്സു ഒക്കെ നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ ഗ്രൂപ്പ് പാർട്ടി ഇന്ത്യ വിരുദ്ധ നിലപാടാണ് ഇലക്ഷനിലും അതിനു മുൻപും എടുത്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ മേൽക്കൈ നേടുവാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം ഇന്ത്യ അനുകൂല രാഷ്ട്രീയ പാർട്ടികളെയും മറ്റൊരു വിഭാഗം ഇന്ത്യ വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികളെയും പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ നേതൃത്വമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവിടുത്തെ ആഭ്യന്തര രാഷ്ട്രീയ സമവാക്യങ്ങൾ അതിൽ നേട്ടം കൊയ്യുവാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇവർ ഇത്തരത്തിലുള്ള നിലപാടെടുക്കുന്നതിലെ ഒരു പ്രധാന കാരണം. ഇപ്പോൾ ഈ 3 മന്ത്രിമാർ നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെ നടത്തിയിട്ടുള്ള വളരെ മോശമായിട്ടുള്ള പരാമർശങ്ങൾ തന്നെ അവർക്കവിടെ ജനപിന്തുണ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടും അതിൽ നിന്ന് പൊളിറ്റിക്കൽ സ്കോറിംഗ് നടത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. അത് ഒരു കാരണം. മറ്റൊരു പ്രധാനപ്പെട്ട കാരണമായി നമുക്ക് കാണാവുന്നത് ചൈന ഫാക്ടറാണ്. പലരും സൂചിപ്പിച്ച് കാണും. ചൈന എന്ന് പറയുന്ന രാജ്യം അവിടെ അവർക്ക് വളരെയധികം താല്പര്യങ്ങളുണ്ട്. അവിടെ ചൈനയ്ക്ക് ഒരു പോർട്ട് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ട്. ഐലൻഡുകൾ വാടകയ്ക്ക് എടുത്ത് ലീസിനെടുത്ത് അവിടെ പല സൗകര്യങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ട്. സമുദ്രതല അല്ലെങ്കിൽ സമുദ്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു ഒരുപാട് സർവേകൾ യഥേഷ്ടം നടത്തണമെന്നുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ ആ പ്രദേശത്തെ ചൈനയുടെ സ്വാധീനത്തിൽ കൊണ്ടുവരികയും അങ്ങനെ ഇന്ത്യൻ ഓഷനിൽ തങ്ങൾക്ക് ശക്തമായൊരു സ്വാധീനം ഉണ്ടാക്കുവാൻ പറ്റിയൊരു പ്രദേശമായിട്ടാണ് മാലദ്വീപ്സിനെ അവർ കാണുന്നത്. മാലദ്വീപ്സിൽ നമുക്കറിയാവുന്നതുപോലെ 1200-ൽ പരം ഐലൻഡുകളുണ്ട്. അതിൽ 10-200 ഐലൻഡുകൾ മാത്രമേ ജനവാസമുണ്ട് എന്ന് പറയുവാനുള്ളൂ. ബാക്കി ജനവാസമില്ലാത്ത പ്രദേശങ്ങളാണ്. പക്ഷേ അവിടെ മറ്റു പല സൗകര്യങ്ങൾക്കും സൈനികമായ ആവശ്യങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു പ്രദേശമാണ്. ഇന്ത്യൻ ഓഷനിലെ വ്യാപാരത്തെയും അതുപോലെ ഇന്ത്യൻ ഓഷൻ ആര് ഭരിക്കണം, അല്ല ആർക്കാണ് അവിടെ സ്വാധീനമുണ്ടാകുക, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ മാലദ്വീപ് വളരെ പ്രാധാന്യം ഉള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ആ ചൈന ഫാക്ടർ മാലദ്വീപ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാർഗെയിനിങ് ആണ്. എന്നുകണ്ട് ഇന്ത്യയുമായി പൂർണ്ണമായി ബന്ധം വിച്ഛേദിക്കുവാൻ അവർക്ക് സാധ്യമല്ല. പക്ഷേ ചൈനയെ വെച്ചുകൊണ്ട് ഇന്ത്യയുമായി പല കാര്യങ്ങളിലും വിലപേശാനുള്ള ഒരു പ്രവണത മാലദ്വീപ്സ് കുറച്ച് കൂടുതലായി ഇപ്പോൾ കാണിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അത് ചൈനയും ഒരു പരിധിവരെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഈ സൂചിപ്പിച്ചത് മനസ്സിലാക്കിയതുപോലെ അവിടെ ഒരു പുതിയ പ്രധാന ഭരണാധികാരി വന്നു കഴിഞ്ഞാൽ അവരാദ്യം വരുന്ന രാജ്യം ഇന്ത്യയാണ്. പക്ഷേ ഇപ്പോൾ അവിടുത്തെ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരി ചൈനയിലേക്കൊരു സന്ദർശനം നടത്തിയിരിക്കുകയാണ്. അതിനു മുമ്പ് ടർക്കിയിലേക്ക് നടത്തി. അപ്പോൾ അത് അവരുടെ ചില ബാർഗെയിനിങ് പോയിന്റ് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിനപ്പുറത്ത് ശ്രീലങ്കയിലും ഇതുപോലെയുള്ള ഒരു താല്പര്യം ചൈനയോട് അവർ കാണിച്ചിരുന്നു. അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ഇവിടെ ഇപ്പം ഇദ്ദേഹം ഇത് കാണിക്കുന്നു. അപ്പോൾ ചൈനയെ ബാലൻസ് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് ചില ആനുകൂല്യങ്ങളൊക്കെ നേടിയെടുക്കുക, അല്ലെങ്കിൽ അതിനപ്പുറത്ത് തന്നെ ചിലപ്പോൾ ചൈനയോട് കൂടുതലായി എടുക്കുമ്പോൾ കൂടുതലായിട്ടുള്ള ആനുകൂല്യങ്ങൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരും. അവർ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെയുള്ള ബാലൻസിങ് അത് ചൈനയ്ക്ക് ആവശ്യമാണ്. കാരണം സൗത്ത് ഏഷ്യയിൽ ഇന്ത്യയിൽ ഒരു സ്വാധീന മേഖലയായി ഈ രാജ്യങ്ങൾ നിൽക്കുന്നതിനെ മറികടക്കുവാൻ വേണ്ടിയിട്ട് ചൈന പല രീതിയിലുള്ള പദ്ധതികളും പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ട്. നമ്മളതിനെ സ്ട്രിങ് ഓഫ് പേൾസ് അല്ലെങ്കിൽ മുത്തുമാല തന്ത്രം എന്നൊക്കെ പറയുന്നു. പോർട്ടുകളിലൂടെയും മറ്റ് സബ്മറൈൻസിലൂടെയും ഹൈഡ്രോളിക് സർവേകളിലൂടെയും ഒക്കെ ആ പ്രദേശത്ത് തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുവാൻ ചൈന ശ്രമിക്കുന്നു. അതിന് മാലദ്വീപ് വലിയ ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ തൊട്ടടുത്താണ് അതുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തൊരു സ്വാധീനം ഉണ്ടാകുക, ഒരു പോർട്ട് ഉണ്ടാക്കുക, ഒരു സൈനിക സൗകര്യം ചൈനയ്ക്ക് ഉണ്ടാകുക. ആ അർത്ഥത്തിൽ ചൈന വേണമെങ്കിൽ കൈവിട്ട് കുറച്ച് സഹായങ്ങൾ മാലദ്വീപിന് ചെയ്യുവാൻ തയ്യാറാണ്. അത് മാലദ്വീപിനും അറിയാം അങ്ങനെ ഒരു ചൈനയുടെ സ്വാധീനം അവിടെ ഉണ്ടാകുവാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായി ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് കുറേയധികം ആനുകൂല്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിയും എന്നുള്ള ഒരു ചിന്തയും ഇതിൻ്റെ പിന്നിലുണ്ടാകാം. അത്തരത്തിലുള്ളൊരു സ്ട്രാറ്റജിക് റീസൺ ഉണ്ടാവാം. എനിക്ക് തോന്നുന്നു മൂന്നാമതൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയത്തോടും അവിടെ ചില വിഭാഗങ്ങൾക്ക് ആശയപരമായിട്ടുള്ള ചില വിയോജിപ്പുകളുണ്ട്. ഞാനത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് BJP ആണ്. അപ്പം BJP ഉയർത്തുന്ന രാഷ്ട്രീയത്തോട് വിയോജിപ്പുള്ള ഒരു വിഭാഗം മാലദ്വീപ്സിലുണ്ട്. അപ്പോൾ അവർക്ക് ഉള്ള പല രീതിയിലുള്ള ഫ്രസ്ട്രേഷൻസും
ഐഡിയോളജിക്കലായിട്ടും അതുപോലെ തന്നെ നമ്മൾ ഈ അടുത്ത സമയത്ത് വായിച്ചിട്ടുള്ളതാണ്, മനസ്സിലാക്കിയിട്ടുള്ളതാണ്, മാൽദീവ്സിൽ റാഡിക്കൽ ഇസ്ലാമിൻ്റെ സ്വാധീനം വർദ്ധിച്ചു വരുന്നുണ്ട്. ആ കോൺസ്റ്റിറ്റ്യുവൻസി വളരെ ശക്തമാണ്. പാകിസ്ഥാനുമായി നല്ല ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്, ടർക്കിയുമായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസി, ഒരു സ്വാധീനം അവിടെ ഉണ്ട്. അവരുടെ സ്വാധീനത്തിൽപ്പെട്ട് രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുവാൻ മാൽദീവ്സിൽ പലപ്പോഴും തോന്നാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ അവർ ചെയ്യുന്നുണ്ട്. അത് ഇന്ത്യയിലുള്ള രാഷ്ട്രീയ ഭരണ സംവിധാനത്തോട് ആശയപരമായി വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാരണങ്ങളാൽ ആണ് പ്രധാനമായും എൻ്റെ അഭിപ്രായത്തിൽ ഈ ഇന്ത്യയും മാലദ്വീപിലും തമ്മിലുള്ള പ്രശ്നം ഇത്ര രൂക്ഷമാകുവാനുള്ളൊരു കാരണം. അതിന് നിലവിൽ വന്ന ഭരണാധികാരി അവർ തിരഞ്ഞെടുക്കപ്പെട്ടത് അത്തരത്തിലുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടാണ്. അവരുടെ ഒരു മുദ്രാവാക്യം തന്നെ ഇന്ത്യ ഔട്ട് എന്നുള്ളതാണ്. നേരത്തെ ഭരിച്ചുകൊണ്ടിരുന്നവരുടെ ഇന്ത്യ ഫസ്റ്റ് പോളിസിയായിരുന്നു. എല്ലാ പരിഗണനയും ആദ്യം ഇന്ത്യക്ക് കൊടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ നയം, ഇതിനു മുമ്പ് ഭരിച്ചിരുന്ന ഭരണത്തിൻ്റെ ഉദ്ദേശം. പക്ഷേ ഇവരുടെ ഉദ്ദേശം ഇന്ത്യ ഔട്ട് എന്നുള്ളതാണ്. അപ്പം ഈ രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളിൽ അവിടുത്തെ ആഭ്യന്തര രാഷ്ട്രീയ സമവാക്യങ്ങൾ, സൗത്ത് ഏഷ്യയിലെ ചൈനയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുവാനോട് ചൈന ഒരു വലിയ സ്വാധീനമാകുവാൻ ശ്രമിക്കുന്നത്, അതിനെ തടയിടുവാൻ ഇന്ത്യ നമ്മൾ നടത്തുന്ന ശ്രമങ്ങൾ ഒക്കെ, പിന്നെ അവിടുത്തെ ആശയപരമായിട്ടുള്ള ആഭ്യന്തര രാഷ്ട്രീയത്തെ സമവാക്യങ്ങൾ, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയോടുള്ള അവർക്കുള്ള ചില റാഡിക്കൽ ഇസ്ലാമിൽ ബേസ് ചെയ്തിട്ടുള്ള എതിർപ്പുകൾ, ഇതൊക്കെ ഈ ബന്ധത്തിൽ നിഴലിക്കുന്നുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ.